2016 നേട്ടങ്ങളുടെ മാത്രമല്ല വേർപിരിയലുകളുടെ വർഷം കൂടിയാണ്. നെഞ്ചോട് ചേർന്ന് നിന്ന ഒരുപാട് കലാകാരന്മാർ തീർത്തും അപ്രതീക്ഷിതമായി വിട പറയുകയായിരുന്നു. ഒരാൾ കടന്നു പോകുന്നതിന്റെ നോവുമായി മുൻപേ അടുത്തയാളും എന്ന പോലെയായിരുന്നു വിട പറച്ചിൽ. അവർ ഒപ്പമില്ലെങ്കിലും അവർ തീർത്ത പാട്ടുകളും കഥകളും വർത്തമാനങ്ങളും അഭിനയ നിമിഷങ്ങളും എന്നും നമുക്കൊപ്പം ഉണ്ടാകും. ഈ വർഷം വിട പറയാൻ ഒരുങ്ങുമ്പോൾ ഒരിക്കൽ കൂടി ഇവരെ ഓർക്കാം. ONV കുറുപ്പ്. മലയാളത്തിലെ മനോഹരങ്ങളായ പദങ്ങൾ ഇനിയും ബാക്കി വെച്ചുപോയ മഹാകവി ONV കുറുപ്പ് ഓർമ്മകളിലേക്ക് അകന്നത് 2016 ഫെബ്രുവരി 13-നാണ്. ആത്മാവിൽ മുട്ടിവിളിച്ച് പാട്ടെഴുതിയാണ് മലയാള ചലച്ചിത്ര ലോകത്തിലൂടെ ONV എന്ന കവിയുടെ കാൽപ്പാടുകൾ പിന്നിട്ടത്. മലയാള സിനിമാ സാഹിത്യ ലോകത്തിന് ഒരു വസന്തകാലമാണ് നഷ്ടമായത്. രാജാമണി. 3 പതിറ്റാണ്ടിലേറെയായി സിനിമാ സംഗീത രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്ന രാജാമണിയുടെ വിയോഗവും ഈ വർഷം തന്നെ. ഗോപി സുന്ദറും ബിജി ബാലും ദീപക് ദേവും ഒക്കെ വരുന്നതിനും വർഷങ്ങൾക്ക് മുൻപേ പശ്ചാത്തല സംഗീതത്തെ മലയാളികൾക്ക് പരിചയപ്പെടുത്തി തന്നയാളാണ് രാജാമണി. പാട്ടുകളെ സ്നേഹിച്ച മലയാളികളുടെ മനസ്സിൽ വരികളില്ലാത്ത ഈണത്തെ പ്രതിഷ്ഠിച്ച അതുല്യ പ്രതിഭയായിരുന്നു അദ്ദേഹം. പ്രേക്ഷകരുടെ രോമകൂപങ്ങളെ ഉണർത്തിയിരുന്ന ഒട്ടനവധി മാസ്മരിക സംഗീതങ്ങളുടെ സൃഷ്ടാവ്. ആനന്ദക്കുട്ടൻ. മലയാള സിനിമയുടെ തീരാനഷ്ടം തന്നെയായിരുന്നു ഛായാഗ്രാഹകനായ ആനന്ദക്കുട്ടന്റെ വിടവാങ്ങലും. ആളും ആരവമുള്ള വലിയ സിനിമകളുടെ ഛായാഗ്രാഹകൻ എന്നാണ് ആനന്ദക്കുട്ടൻ മലയാള സിനിമയിൽ അറിയപ്പെട്ടിരുന്നത്. അർബുദ രോഗത്തെ തുടർന്ന് ഏറെ നാളുകളായി ചികിത്സയിലായിരുന്ന അദ്ദേഹത്തിന് 62 വയസ്സായിരുന്നു. ഫെബ്രുവരി 14-നാണ് ആനന്ദക്കുട്ടൻ പടിയിറങ്ങിയത്. സുധാകരൻ. നടൻ സുധീഷിന്റെ അച്ഛനും പ്രശസ്ത നാടക നടനുമായിരുന്നു സുധാകരൻ. കോഴിക്കോടൻ നാടകവേദികളിൽ അരനൂറ്റാണ്ടോളം നിറസാന്നിധ്യമായ സുധാകരൻ 50ഓളം സിനിമകളിലും അമച്വർ, പ്രൊഫഷൻ ഉൾപ്പെടെ 500ഓളം നാടകങ്ങളിലും അഭിനയിച്ചു. ഷാൻ ജോൺസൺ. ഗായികയും സംഗീത സംവിധായകയും അന്തരിച്ച സംഗീത സംവിധായകൻ ജോൺസന്റെ മകളുമായ ഷാൻ ജോൺസന്റെ മരണവും അപ്രതീക്ഷിതമായിരുന്നു. അച്ഛന്റെ പാതയിൽ നടക്കാൻ കൊതിച്ചിട്ട് പാതി വഴിയിൽ നിലച്ച സംഗീതം പോലെ ഷാൻ ജോൺസൺ കടന്നുപോയി. ഗായികയും സംഗീത സംവിധായകയുമായ ഷാനിനെ കോടമ്പാക്കം ചക്രപാണി സ്ട്രീറ്റിലെ അപ്പാർട്ട്മെന്റിൽ ഫെബ്രുവരി 7-നാണ് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. സ്വാഭാവിക മരണമായിരുന്നു ഷാനിന്റേത്. കൽപ്പന. മലയാളികളെ ഒന്നടങ്കം ഞെട്ടലിലാഴ്ത്തിയാണ് നടി കൽപ്പന വിടവാങ്ങിയത്. കൽപ്പന അന്തരിച്ചു എന്ന വാർത്ത അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല. ചിത്രീകരണത്തിനായി ഹൈദരാബാദിലെത്തിയപ്പോൾ ഹൃദയാഘാതം മൂലമായിരുന്നു മരണം. ജനുവരി 25-നായിരുന്നു കൽപ്പന വിട പറഞ്ഞ് അകന്നത്. തികഞ്ഞ കലാകുടുംബം. സഹോദരിമാരായ ഉർവശിയും കലാരഞ്ജിനിയും അഭിനേത്രികൾ. നാടക പ്രവർത്തകരായ VP നായരുടെയും വിജയലക്ഷ്മിയുടെയും മകളാണ് കൽപ്പന. ബാലതാരമായിട്ടാണ് കൽപ്പന സിനിമയിലെത്തുന്നത്. വിടരുന്ന മൊട്ടുകൾ, ദിഗ്വിജയം തുടങ്ങിയ ചിത്രങ്ങളിൽ ബാലതാരമായി വേഷമിട്ടു. 300ഓളം മലയാളം, തമിഴ്, തെലുങ്ക് സിനിമകളിൽ അഭിനയിച്ചു. GK പിള്ള. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നാണ് പ്രശസ്ത സിനിമാ സീരിയൽ നടൻ കൊല്ലം GK പിള്ളയും അന്തരിച്ചത്. 100-ലേറെ നാടകങ്ങളിൽ വ്യത്യസ്ത കഥാപാത്രങ്ങളെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. കൊല്ലം യൂണിവേഴ്സൽ തിയേറ്ററിലൂടെയാണ് നാടകരംഗത്ത് എത്തിയത്. രാജേഷ് പിള്ള. മലയാളത്തിൽ നവതരംഗം സൃഷ്ടിച്ച് ട്രാഫിക്കിന്റെ സംവിധായകൻ രാജേഷ് പിള്ള വിട പറഞ്ഞത് ഫെബ്രുവരി 27-നാണ്. വേട്ട ആയിരുന്നു അവസാനം റിലീസ് ചെയ്ത ചിത്രം. സംവിധായകൻ മോഹൻ രൂപ്. 1984-ൽ മമ്മൂട്ടി, മോഹൻലാൽ, ശ്രീനിവാസൻ എന്നിവരെ ഒന്നിച്ചഭിനയിപ്പിച്ച വേട്ടയാണ് മോഹൻ രൂപിന്റെ ആദ്യ ചിത്രം. വർഷങ്ങൾ പോയതറിയാതെ, എക്സ്ക്യൂസ് മീ, ഏതു കോളേജില, സ്പർശം, ശില്പി, കൺകൾ അറിയാമൽ, തൂതവൻ എന്നിവയാണ് മറ്റു ചിത്രങ്ങൾ. കലാഭവൻ മണി. മലയാള സിനിമയ്ക്ക് മറ്റൊരു വലിയ നഷ്ടമായ കലാഭവൻ മണിയുടെ വിയോഗവും ഈ വർഷം തന്നെ. മാർച്ച് 6-നാണ് അദ്ദേഹം മരണമടയുന്നത്. കരൾ രോഗബാധയെ തുടർന്ന് ഏതാനും നാളായി ചികിത്സയിലായിരുന്നെങ്കിലും മണിയുടെ രോഗം സംബന്ധിച്ച് വിവരം പുറത്തു വന്നിരുന്നില്ല. മണിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ദുരൂഹതകൾ തുടരുകയാണ്. ജിഷ്ണു. മലയാളികളെ ഒന്നടങ്കം വേദനയിലാഴ്ത്തിയ മരണമായിരുന്നു ജിഷ്ണുവിന്റേത്. അർബുദ രോഗത്തോട് പടയാളിയെ പോലെ പടപൊരുതി ജിഷ്ണു ഏവർക്കും ഒരു മാതൃക കൂടിയായിരുന്നു. മാർച്ച് 25-നാണ് ജിഷ്ണു വിട പറയുന്നത്. സജി പരവൂർ. സുരേഷ് ഗോപിയും മോഹൻലാലും മുഖ്യവേഷത്തിലെത്തിയ ജനകൻ എന്ന സിനിമയുടെ സംവിധായകനാണ് സജി. മാർച്ച് 7-നാണ് അദ്ദേഹം മരണമടയുന്നത്. റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്യുന്ന സ്കൂൾ ബസ് എന്ന ചിത്രത്തിൽ സഹസംവിധായകനായി പ്രവർത്തിച്ചിരുന്നു. ഗായകൻ മനോജ് കൃഷ്ണൻ. പ്രശസ്ത ഗായകൻ മനോജ് കൃഷ്ണൻ വിട പറയുന്നത് മാർച്ച് 5-നാണ്. അർബുദബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ദൂരദർശനിലും ഗാനമേള സംഘങ്ങളിലും സജീവമായിരുന്നു. പാലക്കാടാണ് സ്വദേശം. VD രാജപ്പൻ. മാർച്ച് 24-നാണ് കഥാപ്രസംഗ കലാകാരനും ചലച്ചിത്ര നടനുമായ VD രാജപ്പൻ അന്തരിക്കുന്നത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഏറെ നാളുകളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. സുഭാഷ് കൊല്ലം. നിരവധി TV പരിപാടികളിലും മിമിക്രി വേദികളിലൂടെയും പ്രേക്ഷകർക്ക് പ്രിയങ്കരനായിരുന്നു സുഭാഷ്. AK ആന്റണിയെ അനുകരിച്ചാണ് അദ്ദേഹം കൂടുതൽ ജനപ്രിയനാകുന്നത്. ശശി ശങ്കർ. സംവിധായകൻ, സഹസംവിധായകൻ, കഥാകൃത്ത് എന്നൊക്കെ വ്യത്യസ്ത സിനിമാ മേഖലകളിൽ പ്രവർത്തിച്ച ശശി ശങ്കർ ജനപ്രിയ ചിത്രങ്ങളുടെ സൃഷ്ടാവ് കൂടിയാണ്. നാരായൺ, കുഞ്ഞിക്കുനൻ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായി. ആഗസ്റ്റ് 10-നായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം. കാവാലം നാരായണ പണിക്കർ.
സുപ്രസിദ്ധ കവിയും നാടകകൃത്തുമായ കാവാലം നാരായണ പണിക്കർ വിട പറഞ്ഞതും ഈ വർഷം. വാർദ്ധക്യ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ഏറെ നാൾ ചികിത്സയിലായിരുന്നു. ടി എ റസാഖ്. എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ ടി എ റസാഖ് വിട പറയുന്നത് ഓഗസ്റ്റ് 15-നാണ്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. രാപ്പകൽ, ബസ് കണ്ടക്ടർ, വേഷം, പെരുമഴക്കാലം തുടങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെ രചയിതാവാണ്. രേഖാമോഹൻ. സിനിമാ സീരിയൽ നടി രേഖാമോഹനെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഉദ്യാനപാലകൻ, നീ വരുവോളം തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ജഗന്നാഥ വർമ്മ. ഡിസംബർ 20-നായിരുന്നു ജഗന്നാഥ വർമ്മ വിടവാങ്ങിയത്. 35-ലധികം വർഷങ്ങളായി മലയാള ചലച്ചിത്ര വേദിയിലെ സജീവ സാന്നിധ്യമായിരുന്നു.